എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം നമുക്കൊരു തീമുണ്ട്. അതായത് സാമൂഹിക പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹങ്ങളെ വളർത്തുക എന്നുള്ളതാണ്. ലോകമെമ്പാടും എനിക്ക് തോന്നുന്നു ഒരു 130 കോടിയിലധികം വ്യക്തികൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വൈകല്യവുമായിട്ട് കഴിയുന്നവരാണ്. ഈ ഭിന്നശേഷിക്കാരുടെ ഇടയിൽ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഡിപ്രഷൻ, ആസ്തമ എന്നീ രോഗങ്ങളുടെയൊക്കെ വരാനുള്ള സാധ്യത മറ്റാൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇരട്ടിയിലധികമാണ്. ഓക്കെ, ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല മറ്റ് ചില പ്രശ്നങ്ങളും കൂടിയുണ്ട്. ജോലി സ്ഥലത്തും സമൂഹത്തിലും അവർ നേരിടുന്ന വിവേചനവും അതും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് ഭിന്നശേഷി സൗഹൃദ സമൂഹം എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇതിപ്പോൾ നമ്മൾ കേരളത്തിലല്ലേ താമസിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ എല്ലായിടത്തും ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ലിഫ്റ്റ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ റാമ്പ് ഉണ്ട്, നടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാഴ്ചശക്തി കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ചില റോഡ് ഈ നടക്കാനുള്ള വഴിപ്പാതയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇതെല്ലാം ഉണ്ട്, സത്യം തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷേ ഇത് എത്ര പേര് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഇതിനൊന്ന് ആലോചിച്ച് നോക്കൂ. റെയിൽവേ സ്റ്റേഷനിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഭിന്നശേഷിക്കാർക്ക് നടക്കാൻ വേണ്ടി, കാഴ്ച വൈകല്യമുള്ളവർക്ക് നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പാതയൊക്കെ നിങ്ങൾ കണ്ടു കാണും. പക്ഷേ എത്ര പേര് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നു? ആ തിരക്കിനകത്ത് എത്ര പേർക്ക് ഉപയോഗിക്കാൻ പറ്റും? അല്ലെങ്കിൽ ചിലപ്പോൾ വഴിയുടെ സൈഡിലേക്ക് ഇതുപോലെ റോഡൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് വേറെ ബൈക്കുകാരൊക്കെ ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളിത് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല, ഇവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഭിന്നശേഷിയുള്ളൊരു വ്യക്തിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കാതെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരമല്ല അവിടെ പ്രശ്നം, നമ്മുടെ അവഗണനയും നമ്മുടെ അശ്രദ്ധയുമാണ് അവിടെ പ്രശ്നം. നമ്മൾ കുറച്ചും കൂടി പൗരബോധത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാർക്കും ഈ നാട്ടിൽ സുഖമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റും. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭിന്നശേഷി സൗഹൃദ സമൂഹം സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ ശരിയാവുകയുള്ളൂ.